പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹത്തോടെ വന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമുക്കൊരു പ്രാവശ്യം കൂടെ ഈ പ്ലാറ്റ്ഫോമിൽ കണ്ടുമുട്ടുവാൻ സ്വർഗം സഹായിച്ചല്ലോ. നിങ്ങളെല്ലാവരും കൃപയാൽ സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും അവിടെ ഇടങ്ങളായി സൂക്ഷിക്കുകയും തൻ്റെ കൃപ നൽകി നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. വീണ്ടും നമുക്ക് അല്പസമയം തിരുവചന ഭാഗത്തേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവരാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യത്തെ ഒരു പദമാണ് ഉണർന്നിരിപ്പീൻ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിപ്പാനായിട്ട് ഇടയായി തീർന്നത്. ഇന്ന് നമ്മൾ അതിൻ്റെ 2-ാമത്തെ ഒരു പദമുണ്ട്, ബലം ധരിച്ചുകൊള്ളുക. ബലം ധരിച്ചുകൊള്ളുക. പ്രവാചകൻ പറയുകയാണ്, ബലം ധരിച്ചുകൊള്ളുക. എന്തിനാണ് നമ്മൾ ബലം ധരിക്കേണ്ട ആവശ്യകത? തിരുവചനത്തിൽ എന്താണ് അതേക്കുറിച്ച് പറയുന്നത്? വേഗത്തിൽ ചില വാക്യങ്ങൾ മാത്രം, മുഴുവനായുള്ള ചിന്തയല്ല, നമ്മൾ ചില വേദഭാഗങ്ങൾ മാത്രം നമ്മൾ എടുത്ത് ചിന്തിപ്പാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായം 29-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ബലവാനെ പിടിച്ചു കെട്ടുക എന്നൊരു പദം നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ വീട്ടിലെ കോപ്പുകൾ കവർന്നു കളയുവാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാച് ബലമുള്ളവനാ, അഥവാ ശക്തന, സർവശക്തനല്ല എന്ന് മാത്രമേ ഉള്ളൂ. പിശാച് ശക്തന. ആ ബലവാനെ പിടിച്ചു കെട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ നന്മകളും നമ്മുടെ അനുഗ്രഹങ്ങളുമൊക്കെ കവർന്നു വെച്ചിരിക്കുന്ന, അപഹരിച്ചു വെച്ചിരിക്കുന്ന അവൻ്റെ കയ്യിൽ നിന്ന് അത് പിടിച്ചു വാങ്ങുവാൻ കഴിയണമെങ്കിൽ നിശ്ചയമായിട്ടും നമുക്കൊരു ബലം ആവശ്യമായിട്ടുണ്ട്. നമ്മളെക്കാൾ ബലവാനായ ഒരുവനെ ഒരിക്കലും നമുക്ക് കീഴ്പ്പെടുത്തുവാൻ സാധ്യമല്ല. എന്നാൽ അവനേക്കാൾ നമുക്ക് ബലം പ്രാപിക്കുവാൻ കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും അവനെ കീഴ്പ്പെടുത്തി, അവനെ പരാജയപ്പെടുത്തി നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സാധ്യമായി തീരും. അതിന് ദൈവകൃപയാണ് എനിക്കും നിങ്ങൾക്കും ആവശ്യമായിട്ടിരിക്കുന്നത്. കേവലം ശാരീരികമായ അഥവാ ഒരു കായബലമല്ല അതിന് പിന്നിൽ ആവശ്യമായിട്ടിരിക്കുന്നത്, മറിച്ച് ഒരു ദൈവകൃപയും ദൈവശക്തിയും ദൈവം നൽകുന്ന ഒരു ബലവുമാണ് അതിൻ്റെ പിന്നിൽ ആവശ്യമായിട്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഗോലിയാത്തിൻ്റെയും ദാവീദിൻ്റെയും തമ്മിലുള്ള ആ യുദ്ധം. കേവലം ബാലനായ ഒരു ദാവീദിന് തന്നേക്കാൾ എത്രയോ ഇരട്ടി വലിപ്പമുള്ള മല്ലനാകുന്ന ഗോലിയാത്തിനെ കീഴ്പ്പെടുത്തുവാൻ കഴിയണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ദൈവിക ബലം വ്യാപരിക്കാറ് സാധ്യമായി തീരത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിലും, ഈ പുതിയ നിയമ കാലഘട്ടത്തിലും പിശാചിനെ തോൽപ്പിക്കുവാൻ നമുക്ക് സാധ്യമാകണമെങ്കിൽ, സ്തോത്രം, നമ്മുടെ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ അപഹരിച്ചു വെച്ചിരിക്കുന്ന അവനെ തോൽപ്പിച്ച് അത് നമുക്ക് സ്വതന്ത്രമായി പ്രാപിക്കുവാൻ കഴിയണമെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ ബലം പ്രാപിച്ചേ മതിയാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ അപ്രകാരം പറയുന്നത്, അവനെ തോൽപ്പിക്കണം. അവൻ ബലവാനാണ്, എന്നാൽ സർവശക്തനല്ല. സർവശക്തൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. ആ സർവശക്തനാകുന്ന കർത്താവിൽ നിന്ന് നമുക്ക് ബലം പ്രാപിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ മാത്രമേ ബലവാനായ പിശാചിനെ നമുക്ക് തോൽപ്പിക്കുവാൻ സാധ്യമായി തീരത്തുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൻ്റെ എല്ലാ ആത്മീയ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സാധ്യമായി തീരത്തുള്ളൂ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ബലം ഒന്ന് പരിശോധിക്കുവാൻ നമുക്കിടയാകട്ടെ. ആത്മീയമാകുന്ന ബലം നമ്മൾ എപ്രകാരമായിരിക്കുന്നു? സ്തോത്രം, നമുക്ക് ഒരു ശക്തമാകുന്ന നിലവാരത്തിൽ നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയുന്നുണ്ടോ? ശത്രുവിനെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ബലം നമുക്ക് സംഭരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ ബലം സംഭരിച്ച് നമ്മൾ മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്ന് തിരുവചനം നമ്മളെ ഓർപ്പിക്കുമ്പോൾ നിശ്ചയമായിട്ടും അതിലേക്ക് നമുക്ക് നടന്നെടുക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, മത്തായിയുടെ സുവിശേഷം തന്നെ അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നുണ്ട്, സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നവർ അതിനെ കൈവശമാക്കും. ബലാത്കാരികൾ സ്വർഗരാജ്യത്തെ കൈവശമാക്കും. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? സ്വർഗരാജ്യം എന്ന് പറയുന്ന നീതിയും സമാധാനവും സന്തോഷവുമാണ്. അപ്പോൾ ആ സമാധാനവും സന്തോഷവും എല്ലാം നമുക്ക് സ്വായത്തമാക്കുവാൻ കഴിയണമെങ്കിൽ ഒരു ബലാത്കാരം അതിൻ്റെ പിന്നിൽ ആവശ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ആത്മീയമായി ഒരു ബലം പ്രാപിക്കാതെ ദൈവരാജ്യത്തിൽ നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന അനുഗ്രഹങ്ങളൊന്നും നമുക്ക് പ്രാപിക്കുവാൻ കഴിയത്തില്ല. ബലാത്കാരികൾക്ക് മാത്രമാണ് സ്വർഗരാജ്യത്തിലെ നന്മകൾ, സ്തോത്രം, അത് പ്രാപിക്കുവാൻ കഴിയുന്നതെങ്കിൽ നമ്മൾ നിശ്ചയമായിട്ടും ബലം പ്രാപിച്ചേ മതിയാകത്തുള്ളൂ. ബലമില്ലാതെ നമ്മൾ മുൻപോട്ട് പോയിക്കേണ്ട ഒരു സാധാരണ വ്യക്തിയെ പോലെ, അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ശേഷം മനുഷ്യനെ പോലെ നമ്മളുമായി തീരും എന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നും നമുക്ക് നേടുവാൻ കഴിയത്തില്ല. തിരുവചനം വളരെ വ്യക്തമായി പറയുക, ബലാൽ
ബലാത്കാരികൾ അത് കൈവശമാക്കും. ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന സ്വർഗരാജ്യത്ത് സകല ആത്മീയ ഭൗതിക നന്മകളുണ്ട്. ഈ നന്മകളെല്ലാം നമുക്ക് സ്വായത്തമാക്കുവാൻ കഴിയണമെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ഉള്ളിൽ ശക്തമായ ഒരു ബലമുണ്ടായേ മതിയാകത്തുള്ളൂ. സാധാരണ ബലം അതിന് പോരാ. സ്തോത്രം. അമിതമായ ഒരു ബലം ദൈവത്തിൽ നിന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാപിച്ചേ മതിയാകത്തുള്ളൂ. അതിന് നമുക്ക് എങ്ങനെയാണ് സാധ്യമായി തീരുന്നത്? ദൈവവചന പഠനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, വിശുദ്ധ ജീവിതത്തിലൂടെയൊക്കെ മാത്രമേ നമുക്ക് ഈ ബലം പ്രാപിക്കുവാൻ സാധ്യമായി തീരത്തുള്ളൂ. പഴയ നിയമ ഭക്തന്മാരൊക്കെ സ്തോത്രം ദൈവസന്നിധി ബലം പ്രാപിച്ച് ശത്രുവിനെ കീഴ്പ്പെടുത്തി ദൈവരാജ്യത്തിന്റെ ആത്മീയ അനുഗ്രഹങ്ങളെല്ലാം പ്രാപിച്ച് മുന്നേറിയവരാണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുവാൻ നമുക്കും സാധ്യമാകണമെങ്കിൽ നമ്മൾ നിശ്ചയമായും ബലം പ്രാപിച്ചേ മതിയാകത്തുള്ളൂ. അശക്തരാകുന്ന ആൾക്കാർക്ക് സ്വർഗരാജ്യത്തിലെ ഒരു നന്മയും പ്രാപിക്കുവാൻ കഴിയത്തില്ല എന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. സങ്കീർത്തനം 85:5-7 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്, സിയോനിൽ ചെന്നെത്തണമെങ്കിൽ ഒരു ബലം ആവശ്യമായിട്ടുണ്ട്. സ്തോത്രം. ഇങ്ങനെയുള്ളവർ, സ്തോത്രം, ബലം തന്നെയുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവർ സിയോനിലേക്ക് ചെന്നെത്തും. സ്തോത്രം. അങ്ങനെയെങ്കിൽ സ്വർഗീയ സിയോനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ ആ സ്വർഗീയ സിയോനിൽ എത്തണമെങ്കിൽ സങ്കീർത്തനക്കാരൻ പറയുന്നൊരു കാര്യമാണ്, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. അതിൻ്റെ 7ാമത്തെ വാക്യം പറയുകയാണ്, ഇങ്ങനെയുള്ളവർ മാത്രമേ സിയോനിൽ ചെന്നെത്തുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? ബലമില്ലാത്ത, സ്തോത്രം, യാതൊരു വിധത്തിന് വെടിഞ്ഞിട്ട് നിൽക്കുവാൻ കെൽപ്പില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ സിയോനിൽ വരെ ഇത്രയും കാലം നടന്നെത്തുവാൻ സാധ്യമായി തീരുന്നില്ല. നമ്മളെല്ലാവരും മരുഭൂമി യാത്രയിലാണ്, സ്വർഗീയ സിയോനിലേക്കുള്ള യാത്രയിലാണ്. ബലമില്ലെങ്കിൽ ഈ മരുഭൂമി യാത്രയിൽ നമ്മൾ ക്ഷീണിച്ചും തളർന്നു പോകാനുള്ള സാധ്യതകൾ വളരെയുണ്ട്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുക, ബലമുള്ളിലുള്ള മനുഷ്യനും മാത്രമേ, അകത്തെ മനുഷ്യൻ ബലപ്പെട്ടുവെങ്കിൽ മാത്രമേ സിയോനിലേക്കുള്ള യാത്രയിൽ നമ്മൾ ക്ഷീണിച്ച് തളർന്നു പോകാതെ ഇരിക്കത്തുള്ളൂ, നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് തിരുവചനം വളരെ വ്യക്തമായി പറയുക, ബലം പ്രാപിക്കണം, ബലം പ്രാപിക്കണം. ആവർത്തിച്ച് പറയുകയാണ്, നീ ബലം പ്രാപിക്കണം. ബലം പ്രാപിച്ചെങ്കിൽ മാത്രമേ നിത്യത നിനക്ക് കൈവശമാക്കുവാൻ കഴിയത്തുള്ളൂ. നമുക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്ന ഏറ്റവും ആത്യന്തികമായ സ്തോത്രം അനുഗ്രഹമാണ് നിത്യത എന്ന് പറയുന്നത്, സ്വർഗരാജ്യം എന്ന് പറയുന്നത്. അവിടെ എത്തണമെങ്കിൽ നമുക്ക് ഒരു ബലം ആവശ്യമായിട്ടുണ്ട് എന്ന് തിരുവചനം വളരെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. സ്തോത്രം. 1 രാജാക്കന്മാർ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 46-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്ന സമയത്ത് ആ ഭാഗം നമുക്കറിയാം. സ്തോത്രം. വലിയൊരു പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന് വലിയൊരു ജയം പ്രാപിച്ചതിന് ശേഷം ഏലിയാവ് മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. 7 പ്രാവശ്യം സ്തോത്രം തൻ്റെ ദാസനോട് പറയുകയാണ്, കടലിൽ ചെന്ന് നോക്കണം. 7ാമത്തെ പ്രാവശ്യം അവൻ മടങ്ങി വന്നിട്ട് പറയുക, ചെറിയ മഴയുടെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്നാൽ വേഗത്തിൽ സ്തോത്രം ഏലിയാവ് അവിടെ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ആഹാബിന്റെ രഥത്തിന് മുൻപേ അവൻ ഓടിപ്പോവുകയാണ്. ഓർക്കണം, മിസ്രൈമ്യ പെൺകഴുതുകളെ കെട്ടിയ ഈ രഥത്തിന് മുൻപിൽ ഓടുവാൻ കഴിയണമെങ്കിൽ നിശ്ചയമായിട്ടും ഒരു ബലം ആവശ്യമായിട്ടുണ്ട്. ഒരിക്കലും ബലം ധരിക്കാത്ത, ബലമില്ലാത്ത ഒരു മനുഷ്യന്, ആരോഗ്യമില്ലാത്തൊരു മനുഷ്യന് കുതിരകളുടെ മുൻപിൽ കയറി ഓടുവാൻ സാധ്യമായി തീരത്തില്ല. നമുക്കറിയാം, ഏറ്റവും ശക്തിയേറിയ വേഗതയുള്ള ജീവിയിലൊന്നാണ് സ്തോത്രം ഈ കുതിര എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അതിന് മുൻപേ ഓടി എത്തണമെങ്കിൽ അസാധാരണമാകുന്ന ഒരു ബലം ആവശ്യമായിട്ടുണ്ട്. നമ്മളെ തകർക്കുവാൻ ശ്രമിക്കുന്ന, നമുക്കെതിരെ വെല്ലുവിളി ഉയർത്തുവാൻ ശ്രമിക്കുന്ന, നമ്മളെ ഇല്ലായ്മ ചെയ്യുമെന്ന് വെല്ലുവിളിക്കുന്നതായ പിശാചിനെ തകർത്തുകൊണ്ട് സ്തോത്രം അവനെ പിന്തള്ളിക്കൊണ്ട് മുൻപോട്ട് ഓടുവാൻ നമുക്ക് സാധ്യമാകണമെങ്കിൽ നിശ്ചയമായിട്ടും ബലം ആവശ്യമായി വന്നിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ബലമില്ല എന്ന് വരികയും നിങ്ങൾക്ക് ഓടുവാൻ കഴിയത്തില്ല, നിങ്ങൾ തളർന്നു പോകും, നിങ്ങൾ ക്ഷീണിച്ചു പോകും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് ബലം പ്രാപിച്ച് മുൻപോട്ട് പോകണം. എന്തിനാണ്? ആഹാബിന്റെ രഥത്തിന് മുൻപേ ഓടുവാൻ. സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആവർത്തിച്ച് തിരുവചനം എല്ലാ ഭാഗത്തും ഒരുപോലെ പറയുന്നൊരു കാര്യമാണ്, ബലം പ്രാപിക്കണം എന്നുള്ളത് തന്നെ. സ്തോത്രം. ഇനി നമുക്ക് സ്തോത്രം ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു വന്നാൽ സ്തോത്രം നമുക്കൊരു മനുഷ്യനെ അവിടെ കാണാം. സ്തോത്രം. 6-ാം അധ്യായം നമ്മൾ വായിക്കുന്ന സമയത്ത് ഗിദെയോൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ, ഗിദെയോനോട് ദൈവദൂതൻ എന്ന് പറയുക, ഈ ബലത്തോടെ പോകാം. അതിൻ്റെ ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്ന, ഞാൻ അതുകൊണ്ട് അത് വിശദീകരിക്കുന്നില്ല. അങ്ങനെ ദൈവം പറഞ്ഞതായ ആ വാക്കിൽ നിന്ന് ബലം ഉൾക്കൊണ്ട ഗിദെയോൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പിന്നീട് അവിടെ നമ്മൾ രേഖപ്പെടുത്തി നമ്മൾക്ക് അവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. എന്താണ്? അതുവരെ കോതമ്പ് മരിച്ചുകൊണ്ടിരുന്ന ഗിദെയോൻ ഈ ബലം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പുതിയ ദൗത്യം ഏറ്റെടുക്കുകയാണ്. ഓർക്കണം, നീ ക്ഷണിച്ചിരിക്കുമ്പോൾ അതുവരെ അവൻ്റെ ഉള്ളിൽ ചോദ്യങ്ങളായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ചോദ്യങ്ങളാണ്.
ഒത്തിരി ചോദ്യങ്ങളുണ്ട്. അവൻ ക്ഷീണിച്ചു നിൽക്കുക, ഒന്നും കഴിയുന്നില്ല, ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല, എന്തൊക്കെ ആഗ്രഹങ്ങൾ അവൻ്റെ ഉള്ളിലുണ്ട്, പക്ഷെങ്കിൽ ഒന്നും ചെയ്യുവാൻ കഴിയാതിരിക്കുന്ന അനുഭവങ്ങൾ. പക്ഷെങ്കിൽ ബലം ദൈവത്തിൽ നിന്ന് ഏറ്റെടുക്കുവാൻ കഴിഞ്ഞപ്പോൾ ഒരു പുതിയ ദൗത്യത്തിലേക്ക് അവൻ ചുവടുകൾ വയ്ക്കുവാൻ ഇടയായി. ആമേൻ. അതുകൊണ്ട് ഈ ദിവസം ഞാൻ പറയട്ടെ, നിശ്ചയമായിട്ടും ദൈവം നമ്മുടെ സ്ഥിതികൾക്കെല്ലാം ഒരു മാറ്റം തരും. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകാം, ക്ഷീണിച്ചിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം, ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ചിന്തകളൊക്കെ നമ്മളെ ഭരിക്കുന്നുണ്ടാകാം. എന്നാൽ അതിനപ്പുറത്തായി ദൈവം പറയുന്നു, ബലത്തോടെ പോകാൻ പറഞ്ഞാൽ, ആ ബലം ഏറ്റെടുത്ത് മുൻപോട്ട് പോകുവാൻ കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പലതും ചെയ്യിക്കുവാൻ കഴിയുന്ന ഒരു ദൈവിക ശക്തിയുണ്ട്, ബലമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു പുതിയ ദൗത്യത്തിലേക്ക് ഗിദെയോൻ നടന്നെടുക്കുന്നത് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുകയാണ്. സ്തോത്രം. പിന്നീട് നമ്മൾ കാണുമ്പോൾ സ്തോത്രം, ആ ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ചില അടയാളങ്ങൾ ചോദിക്കുകയും ദൂതനെ പിടിച്ചു നിർത്തുന്ന ഒരു ബലം. ശ്രദ്ധിക്കണം, ദൂതന്റെ മുൻപിൽ ചില സാധനങ്ങൾ കൊണ്ടുവയ്ക്കുവാൻ വരുമ്പോൾ സ്തോത്രം, അതിനുവേണ്ടി സമയം ചോദിക്കുകയും അതുവരെയും ദൂതനെ അവിടെ നിർത്തുകയും ചെയ്യുവാൻ കഴിയുന്ന ഒരു ബലം ഏറ്റെടുക്കുക ഈ ഗിദെയോൻ എന്ന് പറയുന്ന മനുഷ്യൻ. ഓർക്കണം, ഒരു സാധാരണ വ്യക്തിത്വത്തിന് ഉടമയായി തീർന്നുകൊണ്ട് അസാധാരണമാകുന്ന ഒരു ബലം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു കഴിഞ്ഞാൽ സ്തോത്രം, നമുക്ക് പല ഭാഗങ്ങളിൽ കാണുവാൻ കഴിയുന്ന പ്രകൃതി ശക്തികളെ പോലും നിലയ്ക്ക് നിർത്തുവാൻ കഴിയുന്ന ബലം ധരിച്ച അനേകം ഭക്തന്മാരെ നമുക്കിവിടെ കാണാൻ കഴിയും. ദൈവജനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നമ്മൾ ഓർക്കണം, ബലം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വം അസാധാരണമായ ഒരു വ്യക്തിത്വത്തിലേക്ക് മാറുക. അതുകൊണ്ട് ബലം ദൈവത്തിൽ നിന്ന് ഏറ്റെടുക്കുവാൻ കഴിയട്ടെ. പിന്നീട് ഈ ഗിദെയോൻ മുൻപോട്ട് പോകുന്ന സമയം നമ്മൾ കാണുന്നത് സ്തോത്രം, അതുവരെ ഭീരുവായിരുന്ന ഈ ഗിദെയോൻ ബാലിന്റെ പ്രതിഷ്ഠകളെ, തൻ്റെ ഭവനത്തിൽ അപ്പൻ്റെ ബാലിന്റെ പ്രതിഷ്ഠകളെയെല്ലാം ധൈര്യത്തോടെ തകർത്ത് കളയുവാൻ, അതിൻ്റെ പിന്നിലുണ്ടാകാൻ പോകുന്ന പ്രതിസന്ധികൾ എന്താണെന്ന് സ്തോത്രം ചിന്തിക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ സ്തോത്രം അതിനുള്ളിൽ ധൈര്യപ്പെട്ടുകൊണ്ട് അതിനെ എല്ലാം തകർക്കുന്ന ഒരു ഗിദെയോനെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നെങ്കിൽ ഓർക്കണം, അവൻ ദൈവത്തിൽ നിന്ന് ബലം പ്രാപിക്കുവാൻ ഇടയായി തീർന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്കും ദൈവത്തിൽ നിന്ന് ബലം പ്രാപിച്ച് നമ്മളിലൂടെ ദൈവം ചെയ്ത് തീർക്കുവാൻ ആഗ്രഹിക്കുന്ന ആ ദൗത്യത്തിലേക്ക് നടന്നെടുക്കുവാൻ കഴിയും. പിന്നത്തെ നമ്മൾ കാണുന്നത് വലിയൊരു സൈന്യത്തെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ബലം ഗിദെയോൻ ധരിക്കുക. വലിയൊരു സൈന്യത്തെ പൂർണ്ണമായിട്ടും തകർത്ത് കളയുവാൻ കഴിയുന്ന ഒരു ബലം ഗിദെയോൻ ധരിക്കുക. എങ്ങനെയാണ് ധരിക്കുന്നത്? സ്തോത്രം, ഈ ദൂതനോട് പറയുക, ഈ ബലത്തോടെ പോകാം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവവചനം നമുക്ക് നൽകുന്ന ചില ധൈര്യമുണ്ട്, ചില ബലമുണ്ട്, ശക്തിയുണ്ട്. അത് നമ്മൾ ഈ ദിവസങ്ങളിൽ ഏറ്റെടുത്ത് മുൻപോട്ട് പോകുവാൻ കഴിഞ്ഞാൽ ഈ ഒരു ശത്രുവിൻ്റെ മുൻപിൽ നമ്മൾ ഭയപ്പെട്ട് കീഴ്പ്പെട്ട് നിൽക്കേണ്ടതായി വരത്തില്ല. ഒരു ശത്രുവിൻ്റെ മുൻപിൽ നമ്മൾ പേടിച്ചരണ്ട് ഓടിപ്പോകേണ്ടതായിട്ട് വരത്തില്ല. മറിച്ച് ധൈര്യത്തോടെ അവനെ തകർക്കുവാൻ, അവനെ കീഴ്പ്പെടുത്തുവാൻ, ജയഭേരി മുഴക്കുവാൻ ദൈവത്താലുള്ള ബലത്താൽ നമുക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തിരുവചനം വളരെ വ്യക്തമായി പറയുകയാണ്, നീ ഉണരുക മാത്രമല്ല, നീ ബലവും കൂടെ ധരിക്കണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതാ ചോദിച്ചത്, നീ ഉണരുക മാത്രമല്ല, ഒരു പുതുബലം കൂടെ നീ ധരിക്കേണ്ടതായിട്ടുണ്ട്. പുതുബലം ധരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ബലവാനെ പിടിച്ചുകെട്ടുവാൻ നമുക്ക് സാധ്യമായി തീരും. രണ്ട്, സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുവാൻ സാധ്യമായി തീരും. സിയോനിൽ എത്തിച്ചേരുവാൻ നമുക്ക് സാധ്യമായി തീരും. അഹാബിൻ്റെ രഥത്തിന് മുൻപേ നമുക്ക് ഓടുവാനായിട്ട് സാധ്യമായി തീരും. അവസാനമായി ഞാൻ പറഞ്ഞത്, ഒരു പുതിയ ദൗത്യത്തിലേക്ക് ദൈവത്താൽ ഉള്ള ബലം പ്രാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്തുവാൻ കഴിയുക മാത്രമല്ല, അത് പൂർത്തീകരിക്കാനും സാധ്യമായി തീരും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾക്ക് ബലം പ്രാപിക്കുവാൻ കഴിയാതെ ഇനിയും നിങ്ങൾ ക്ഷീണിച്ചോ തളർന്നോ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങളൊന്ന് ഉണർന്ന് ബലം പ്രാപിക്കുവാൻ കഴിയട്ടെ. നിങ്ങളിലൂടെ ചില ദൗത്യങ്ങൾ ചെയ്തു തീർക്കുവാൻ ദൈവത്തിനുണ്ട്. സ്തോത്രം. നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമായി, നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറമായി, നിങ്ങൾ സ്വപ്നം കാണുന്നതിനപ്പുറമായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി ഒരുങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ ചെറിയ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ എല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒപ്പം തന്നെ വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ, നിങ്ങളുടെ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ നിശ്ചയമായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒപ്പം തന്നെ ഞങ്ങളുടെ കൂട്ടായ്മയായി ബന്ധപ്പെടുവാൻ താല്പര്യമുള്ളവർക്കും അതിനുള്ള സാവകാശമുണ്ട്. അതിനായിട്ട് നിങ്ങളെല്ലാവരെയും നിങ്ങൾ ആത്മാർത്ഥമായി ക്ഷണിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.